സ്നേഹമാണ്, കരുണയാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടോ ആ ഉപമയുടെ ഉപമ കണ്ടോ? നമ്മൾ ആ ഉപമയിൽ ആദ്യത്തെ 10 നാണയത്തിൻ്റെ കാര്യം നമ്മൾ സാധാരണ കരിസ്മാറ്റിക്കിലൊക്കെ പറയാറില്ലേ? നിനക്ക് കിട്ടിയ വരദാനങ്ങളെ മര്യാദയ്ക്ക് ഉപയോഗിച്ച് നീ 10 ആക്കണം. പക്ഷെ ആ ഉപമയുടെ ഉദ്ദേശം ആ 3-ാമത്തെ കാര്യമാണ്. എന്താ പറയണത്? നിനക്ക് കിട്ടിയ നാണയത്തെ കുഴിച്ചു മൂടിയത് നിനക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലാഞ്ഞത് കൊണ്ടാണ്. നീ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞത് അവനൊരു കർക്കശക്കാരനായിട്ടും വെക്കാത്തിടത്ത് എടുക്കുന്നവനും വിതയ്ക്കാത്തിടത്ത് കൊയ്യുന്നവനും ആയി കണ്ടതുകൊണ്ട് നിനക്ക് അവനെ ഭയമായിരുന്നു. ദൈവഭയം എന്ന് പറയുന്നത് ഈ ഭയമല്ല. ദൈവം സ്നേഹമാണ്, കരുണയാണ്, വാത്സല്യഭാജനമായ പിതാവാണ്. അതാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്. അന്നുവരെ ഫരിസേയരും നിയമജ്ഞരും ആരും ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചിരുന്നില്ല. അത് നിഷിദ്ധമായിരുന്നു, അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു. യേശുവിനെ കൊല്ലാൻ അവർ തീരുമാനിച്ചത് തന്നെ താൻ ദൈവപുത്രനാണെന്ന് യേശു പ്രഘോഷിച്ചത് കൊണ്ടാണ്. ദൈവപുത്രനാണെന്ന് പറയുകയാണെങ്കിൽ അവനെ കൊല്ലണം. അവൻ അത്രയ്ക്കും വലിയ ഒരു ബ്ലാസ്ഫമിയാണ് പറയുന്നത് എന്നാണ് അവരുടെ നിയമം പറയുന്നത്. അപ്പോൾ യേശുവിനെ കുരിശിൽ തറച്ചത് നിയമാധിഷ്ഠിതമായിട്ടാണ്. അവരുടെ നിയമമനുസരിച്ച് ദൈവദൂഷണം പറയുന്നവരെ കുരിശിൽ തറച്ച് കൊല്ലണമെന്നത് അവരെ സംബന്ധിച്ച് നിയമമാണ്. അതുകൊണ്ടാണ് നിയമത്തിന് അധീനനായിട്ടാണ് അവൻ കുരിശുമരണം സ്വീകരിച്ചത്. നിയമത്തിന് അധീനനായിട്ട്. നിയമം കൊലപ്പെടുത്തുന്നതാണ്, നിയമം കൊല്ലുന്നതാണ് എന്ന് പൗലോസ്ലീഹ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. എന്നാൽ കൃപയോ ജീവൻ നൽകുന്നതാണ്. നിയമം കൊല്ലുന്നു. ആരംഭം മുതലേ പറഞ്ഞിരിക്കും, നീ ഇത് ഭക്ഷിച്ചാൽ നീ ചാവും, നീ മരിക്കും. നിയമമാണത്. എന്നാൽ യേശു വന്നിരിക്കുന്നത് ആ മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്നും ജീവൻ നൽകി അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ? ഒന്നും മനസ്സിലാവുന്നില്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലാക്കാൻ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ച് പരിശുദ്ധാത്മാവിനോടൊന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് സ്തുതിച്ച് പരിശുദ്ധാത്മാവേ നിറയണമേ ഒന്ന് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ജീവജലത്തിൻ്റെ അരുവി ഒന്ന് പാടിയേ. ജീവജല എല്ലാവരും ഒന്ന് സ്വതന്ത്രമായി സ്തുതിച്ച് പരിശുദ്ധാത്മാവേ നിറയണേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ. 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 എന്നാത്മാവിൽ പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. ദാഹത്തോടെ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. ജ്ഞാനം നൽകണമേ. ജ്ഞാനം
പുതുബോധ്യങ്ങൾ നൽകണമേ, പുതുബോധ്യങ്ങൾ നൽകണമേ, ജ്ഞാനം 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 നൽകണമേ, പുതുബോധ്യങ്ങൾ നൽകണമേ, പുതുബോധ്യങ്ങൾ നൽകണമേ, ജ്ഞാനം നൽകണമേ, പടരണമേ, കത്തി കത്തി പടരണമേ, എന്നിൽ കത്തി പടരണമേ, കത്തി കത്തി പടരണമേ, ഹല്ലേലൂയ 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 ഭാഷാവലിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പരിശുദ്ധ പരിശുദ്ധാത്മാവേ, ദൈവിക രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ല 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 ഹല്ല. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്കറിയില്ല ഇനി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല, എന്ന് പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണമേ, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, Praise the Lord. നമുക്കിരിക്കാം.